എല്ലാവർക്കും സെക്കൻഡ്സ് ഫോർ കേരള യൂട്യൂബ് ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേരളത്തിൽ സെക്കൻഡ് ഹാൻഡ് വാഹനങ്ങൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നവരും ഹൗസ് പ്ലോട്ട്സ്, വില്ലകൾ, മറ്റ് കൊമേഴ്ഷ്യൽ പ്ലോട്ടുകൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. അധികം പഴക്കമില്ലാത്ത സെക്കൻഡ് ഹാൻഡ് വാഹനങ്ങൾ മിതമായ നിരക്കിൽ ഈ ചാനലിൽ അവൈലബിൾ ആയിരിക്കും. അതുപോലെ വാഹനങ്ങളുടെ മുഴുവൻ വിവരങ്ങളും അറിയുന്നതിനായി വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. ഇന്ന് നമ്മുടെ കയ്യിലുള്ളത് ആലപ്പുഴ മാവേലിക്കര രജിസ്റ്റർ ചെയ്തിട്ടുള്ള 2024 മോഡൽ TVS റോണിൻ മിഡിൽ മോഡൽ ബൈക്കാണ്. 2024 ജനുവരിയിൽ മാനുഫാക്ചർ ചെയ്തിട്ടുള്ള ഈ വാഹനത്തിൻ്റെ രജിസ്ട്രേഷൻ ഡേറ്റ് വരുന്നത് 9th മെയ് 2024 225.9 cc ഡിസ്പ്ലേസ്മെൻറ്റ് വരുന്ന ഈ ബൈക്കിൻ്റെ പവർ വരുന്നത് 20.1 bhp ആണ്. ഡ്യുവൽ ചാനൽ ABS വരുന്നത് കൊണ്ട് തന്നെ സേഫ്റ്റിയുടെ കാര്യത്തിൽ ഈ ബൈക്ക് ഒരുപടി മുന്നിലാണ്. മൈലേജിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരു 60 മുതൽ 70 കിലോമീറ്റർ സ്പീഡിൽ ഓടിക്കുകയാണെങ്കിൽ 45 കിലോമീറ്റർ വരെ മൈലേജ് ലഭിക്കുമെന്നത് ഉറപ്പാണ്. ഈ ബൈക്കിൻ്റെ ഇതുവരെയുള്ള എല്ലാ സർവീസുകളും ഓതറൈസ്ഡ് സർവീസ് സെൻറ്ററിൽ തന്നെ ചെയ്തിട്ടുള്ളതാണ്. മറ്റ് ബൈക്കുകൾക്കൊന്നുമില്ലാത്ത അനേകം ഫീച്ചേഴ്സുമായിട്ടാണ് TVS റോണിൻ വന്നിരിക്കുന്നത്. ഈ ബൈക്കിന് 2 റൈഡിംഗ് മോഡ്സാണ് വരുന്നത്, അർബൻ മോഡും റെയിൻ മോഡും. മഴയുള്ള സമയങ്ങളിൽ കൂടുതൽ ബ്രേക്കിംഗ് ഇത് ഉറപ്പാക്കുന്നു. ഷോവിയുടെ സസ്പെൻഷനാണ് ഈ ബൈക്കിനുള്ളത്. ഗ്ലൈഡ് ത്രൂ ടെക്നോളജി ഉള്ളതുകൊണ്ട് തന്നെ ടോപ്പ് ഗിയറിൽ 30 കിലോമീറ്റർ സ്പീഡിൽ പോയാലും ഗിയർ അടിച്ച് വണ്ടി നിൽക്കുകയില്ല. വോയിസ് അസിസ്റ്റ്, ബ്ലൂടൂത്ത് കണക്ടിവിറ്റി, സ്ലിപ്പർ ക്ലച്ച്, അഡ്ജസ്റ്റബിൾ റിവേഴ്സ്, ഡിസ്റ്റൻസ് ടു എംറ്റി ഫീച്ചേഴ്സ്, വൺ ടച്ച് സ്റ്റാർട്ട് തുടങ്ങിയ ഫീച്ചേഴ്സും ഈ ബൈക്കിന് ഉണ്ട്. ഈ ബൈക്കിൻ്റെ ടയർ ക്വാളിറ്റി നോക്കിയാൽ ആവറേജ് കണ്ടീഷനിൽ ഉള്ള ബാക്ക് ടയറാണ്. ഫ്രണ്ട് ടയർ ക്വാളിറ്റി നോക്കിയാൽ അതും ആവറേജ് കണ്ടീഷൻ തന്നെയാണ്. ഈ ബൈക്കിൻ്റെ നിലവിലെ ഓഡോമീറ്റർ റീഡിംഗ് 17,133 ആണ്. 1 വർഷവും 6 മാസവും മാത്രം പഴക്കമുള്ള ഈ ബൈക്കിന് ചോദിക്കുന്ന വില 1,42,000 ആണ്. പ്രൈസ് നെഗോഷ്യബിളാണ്. ഈ ബൈക്ക് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ.